കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വടക്കൻ കേരളത്തിലെ 5 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. ശാലിനി ചേരുന്നു. ശാലിനി, കാലവർഷത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് മഴ പ്രവചനം ഇനി തുടർ ദിവസങ്ങളിൽ? രോഹിണി, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലവർഷം അറബിക്കടലിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. തെക്കൻ ആൻഡമാൻ ഒപ്പം തന്നെ കന്യാകുമാരിക്ക് സമീപത്തായി കാലവർഷക്കാറ്റ് നിലനിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കും ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നാളെ 9 ജില്ലകൾക്ക്, അതായത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകൾക്ക് നാളെ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലാണ് വരും മണിക്കൂറിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് പറയുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 20-ാം തീയതി സംസ്ഥാനത്ത് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ തെക്കൻ കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയാണ്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ചില മണിക്കൂറുകളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം 27ഓടുകൂടി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നൊക്കെയായിരുന്നു പ്രവചനം. ഒരുപക്ഷെ അതിന് 10 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കാലവർഷം എത്താനുള്ള സാധ്യതകൾ കൂടി ഈ ഘട്ടത്തിൽ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് 21, 23 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം പ്രതീക്ഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു ശക്തമായ മഴ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ചക്രവാത ചുഴി കൂടി ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് അറബിക്കടലിൽ. സ്വാഭാവികമായും അതിന്റെ കൂടി പ്രഭാവത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ്. 21, 22 ദിവസത്തോടുകൂടി ഈ ഒരു ചക്രവാത ചുഴി തീവ്രമാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 കാലാവസ്ഥാ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് കൂടി പ്രവചനം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കരുതിയിരിക്കുക, ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കാലവർഷം മുൻപേ തന്നെ സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത ഈ ദിവസങ്ങളിൽ എടുക്കണം. കള്ളക്കടൽ പ്രതിഭാസം, കടലാക്രമണത്തിനൊക്കെ ഉള്ള സാധ്യതകൾ കൂടി വരും മണിക്കൂറുകളിലുണ്ട്. ആ സാഹചര്യത്തിൽ തീരദേശവാസികൾ കൂടി ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശരി ശാലിനി, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.